കേരള PSC പരീക്ഷകളിൽ ഒന്നാം റാങ്ക് നേടുക എന്ന ലെഗസി സഹകാരി റേസ് പ്ലസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചേരുന്നത് ഹേമയോടൊപ്പമാണ്. ആലപ്പുഴ ജില്ലയിൽ LD ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ഹോൾഡറായിട്ടുള്ള ഹേമയാണ് ഇന്ന് നമ്മളൊപ്പം ചേരുന്നത്. ഹേമയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരുപാട് പ്രചോദനമാകാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നത്. അപ്പോൾ അത്ര ഒരു മത്സരത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കിൽ എത്തുക എന്ന് പറയുമ്പോൾ ഹേമ കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ ഹേമയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ LD ടൈപ്പിസ്റ്റ് കോച്ചിങ് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് കേട്ടോ, എല്ലാവരും ഈ ഇതിൻ്റെ താഴെ കമൻറ്റ് ചോദിക്കും, സാർ ഇത് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ റിസൾട്ടാണോ അതോ ഓൺലൈൻ ക്ലാസ്സിൻ്റെ റിസൾട്ടാണോ ചോദിക്കാറുണ്ട്. ഇത് ഓൺലൈൻ ക്ലാസ്സിൻ്റെ റിസൾട്ടാണ് നിങ്ങളടുത്ത് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് സഹകാരിയിൽ ജോയിൻ ചെയ്യുകയും പ്രത്യേകിച്ച് നമ്മുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് അത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ തുടക്കത്തിൽ നല്ലൊരു സൗഹൃദം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എന്തായാലും ഹേമ, നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഈ അച്ചീവ്മെൻറ്റ് ആദ്യം ആർക്ക് സമർപ്പിക്കുന്നു? ഇങ്ങനെ ഒരു ഒന്നാം റാങ്ക് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഏത് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ഒന്നാം റാങ്ക് എന്ന് ആഗ്രഹിച്ചാണ് പഠിക്കാറുള്ളത്. അത് ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. ഇത് എൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ് സമർപ്പിക്കാനുള്ളത്. എന്നെ PSC ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് അമ്മയാണ്. അമ്മ ഒരു ഗവൺമെൻറ് സർവൻ്റാണ്. ഡിഗ്രി കാലഘട്ടം തൊട്ട് തന്നെ PSC പഠിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് അമ്മയാണ്. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പഠിച്ച് ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് ഉണ്ടാകാൻ പറ്റി. അപ്പോൾ അമ്മയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അമ്മ JPHനായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ പോലെ നമുക്കിതേപോലെ ഒരു വലിയ അച്ചീവ്മെൻറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എക്സ്റ്റേണൽ മോട്ടിവേഷൻ മാത്രം പോരാ, നമ്മുടെ സെൽഫ് ഇന്നർ മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ നമ്മളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു നോട്ടിഫിക്കേഷൻ വരികയും അതിലുടനീളം നമ്മുടെ പ്രവർത്തനത്തിന് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഇതേപോലൊരു റിമാർക്കബിൾ അച്ചീവ്മെൻറ്റിൽ ഒന്നാം റാങ്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷൻ്റെ റീസൺ ഹേമ? ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ PSC പഠിക്കുകയും മോഡൽ എക്സാംസ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിഗ്രി പഠിക്കുമ്പോഴാണ് ടൈപ്പ് റൈറ്റർ പഠിക്കാൻ പോകണം. കോളേജിൽ പോകുന്നതിൻ്റെ മുന്നേ ഉള്ള 1 മണിക്കൂർ അവിടുന്ന് ആണ് പിന്നെ കോളേജിൽ പോകുന്നത്. അന്ന് പ്രളയത്തിൻ്റെ സമയം ആ ഒരു ടൈമാണ്. അപ്പോൾ എൻ്റെ എക്സാം ലാഗായി. 1 വർഷം കൊണ്ട് നമുക്ക് ഹയറും ലോവറും കിട്ടും. എനിക്ക് കിട്ടി വന്നപ്പോൾ 2-3 വർഷത്തോളമായി സർട്ടിഫിക്കറ്റ് കിട്ടി. കോവിഡ് വന്നു, അങ്ങനെ സർട്ടിഫിക്കറ്റ് ലാഗായി. അപ്പോൾ എല്ലാവരും ചോദിക്കും ഡിഗ്രി കഴിഞ്ഞാലും നീ ഇത് കഴിയുമെന്ന്, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ചെറിയ ചെറിയ വാശികൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നേടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഹേമ എപ്പോഴും പ്രധാനം. അത് തന്നെയാണ് നമുക്ക് ഈ നേടണം എന്നുള്ള ആഗ്രഹത്തിനെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സഹകാരി സംബന്ധിച്ച് നമുക്ക് റിസൾട്ട് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല. റിസൾട്ട് വലുതാക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാം സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീക്കിലി എക്സാമിനേഷൻ, അതുപോലെ ഡെയിലി ഉള്ള പരീക്ഷ, പിന്നെ മന്ത്ലി സൂപ്പർ റിവിഷൻ ഒന്നുണ്ടാ? ശരിക്കും മന്ത്ലി സൂപ്പർ റിവിഷൻ എക്സാം ശരിയല്ലോ, ഇല്ല. ഇപ്പോൾ നമ്മൾ അതും കൂടെ തുടങ്ങിയിട്ടുണ്ട്. വീക്കിലി ഉണ്ട്. മന്ത്ലി സൂപ്പർവിഷൻ ഇപ്പോൾ നമ്മൾ ഒരു മാസത്തിലൊരിക്കൽ പരീക്ഷ നടത്തി സമ്മാനം കൊടുക്കുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് നല്ലൊരു മോട്ടിവേഷൻ കൂടെ ആവുകയും കൂടെ ചെയ്യും. കാരണം ഇൻറ്റേർണൽ തന്നെ ഒരു നല്ലൊരു മത്സരം നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ആ സ്ട്രാറ്റജി എങ്ങനെയാണ് നിങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇൻപുട്ട് തരാനുണ്ടോ? ഉണ്ട്, നല്ല രീതിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരു എക്സാം നടക്കുന്നത് നമുക്ക് ഓഗസ്റ്റ് 12 അതിനൊരു 2 മാസം മുമ്പ് സാറ് ക്രാഷ് കോഴ്സ് തുടങ്ങുമ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ടൈപ്പ് റൈറ്റർ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ടൈപ്പ് റൈറ്ററിൻ്റെ ഒരു പാർട്ട് പോലും അറിയത്തില്ല. അപ്പോൾ സാറിൻ്റെ ക്ലാസ് യൂട്യൂബിൽ ടൈപ്പ് റൈറ്ററിൻ്റെ ഡെമോ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ടൈപ്പ് റൈറ്ററിൻ്റെ നോട്ടൊക്കെ ഞാൻ പഠിക്കാൻ എടുത്ത് വെച്ചിട്ടും ഇത് കയറുന്നില്ല. അപ്പം സാറത് പിക്ചർ കാണിച്ചൊക്കെ പഠിപ്പിച്ച് തന്നപ്പം നല്ലോണം മനസ്സിലായി. അങ്ങനെയാണ് ഞാനവിടെ ജോയിൻ ചെയ്യുന്നത്. പിന്നെ 2 മാസത്തെ എഫേർട്ടാണ്, വെറും 2 മാസത്തെ എഫേർട്ടാണ്. 2 മാസത്തെ എഫേർട്ട് കാരണം ടൈപ്പ് റൈറ്ററിൻ്റെ ഫുൾ പോർഷൻസ് അവിടെ നിന്ന് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. 10 മാർക്കാണ് ടൈപ്പ് റൈറ്റർ. അത് കിട്ടണം എന്ന് തന്നെയായിരുന്നു. കുറച്ച് കാര്യങ്ങളല്ലേ പഠിക്കാനുള്ളൂ. പിന്നെ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ എല്ലാം ഹൃദയ ടീച്ചറെ ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുപോലെ വേർഡ് കൈകാര്യം ശ്രീജിത്ത് സാറ്. അപ്പോൾ ഹൃദയ ടീച്ചറുടെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയ്ക്ക് കുട്ടികളെ പിടിച്ചിരുത്തുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരൊറ്റ പോയിൻ്റ് ഒരു മിസ്സാകാതെ കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു ടീച്ചർ കൂടെയാണ് ഹൃദയ ടീച്ചർ. അതുപോലെ ശ്രീജിത്ത് സാറും അതുപോലെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഉറപ്പായിട്ടും അവർക്കൊരു ബിഗ് ഹാൻഡ്സ്, ഒരു താങ്ക്സ് ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പം ഡെയിലി ഷെഡ്യൂളിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെയുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യും. തെറ്റി പോവുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. വീഡിയോ ക്ലാസ്സസാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. നോട്ട് മാക്സിമം എഴുതിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്നും വെച്ചിട്ടില്ല, എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ വേറൊരു പ്രത്യേകം എഴുതി വെച്ചിട്ട് ലാസ്റ്റ് എക്സാം ഡേറ്റിന് അടുക്കുമ്പോൾ ഒന്നുകൂടിയൊക്കെ നോക്കും. അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അത് നല്ലൊരു സ്ട്രാറ്റജി. നമ്മൾ വെബിനാറിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുകയും നമുക്ക് റിപ്പീറ്റായിട്ട് തെറ്റുന്ന കാര്യങ്ങൾ ക്ലാസ് വൈസ് തന്നെ നമ്മൾ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിഫിക്കൽട്ടി ഫാക്ടർ എഴുതി പോകാൻ വേണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സ്ട്രാറ്റജി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും ഒരു സാധനം തന്നെ അവർക്ക് ക്ലിക്ക് ആവണമെന്നില്ല. ചില ആൾക്കാർ ചിലർ വളരെ എക്സലൻ്റ് ആയിട്ട് ഇത് പ്രയോഗിക്കും. അപ്പോൾ അതിനകത്ത് ഡിഫിക്കൽട്ടി ഫാക്ടർ കൃത്യമായിട്ട് ഹേമ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ഹേമ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന, പ്രത്യേകിച്ച് നമുക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയാണെന്നുണ്ടെങ്കിലും LD ക്ലർക്ക് പരീക്ഷയാണെന്നുണ്ടെങ്കിലും ഏത് പരീക്ഷയാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ പലതാണ്. നമ്മുടെ ഏജിൻ്റെ പ്രശ്നം, പഠിച്ചാൽ കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ എത്തുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് എന്താണ് ഹേമയുടെ ഉത്തരം, എന്താണ് ഇനി വരാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഹേമയ്ക്ക് പറയാനുള്ളത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നേരിട്ട് തന്നെ PSCയിലോട്ട് ഇറങ്ങുമായിരുന്നു. വേറെ PG ചെയ്യാനോ ഒന്നിനും പോയില്ല. അപ്പം എല്ലാ ഭാഗത്തു നിന്നും അങ്ങനെയുള്ളൊരു പ്രഷർ എനിക്കുണ്ടായിരുന്നു. ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു, PGക്ക് പോയില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾക്കിടയിലും നമ്മൾ അത് മൊത്തം തടസ്സങ്ങളായിരുന്നു. എക്സാം മാറ്റി വയ്ക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫാമിലി പരമായിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി നമ്മൾ പഠിക്കുന്നതിനിടയ്ക്കുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാവർക്കും പല പല സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കാം. അതിൽ നിന്ന് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ എക്സാമും പഠിക്കണം. ഓരോ എക്സാമിനും ഓരോ സിലബസാണുള്ളത്. ഇപ്പോൾ ടൈപ്പ് റൈറ്റർ ആണെങ്കിൽ ടൈപ്പ് റൈറ്ററിന് 10 മാർക്ക്, ബാക്കി വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ 40 മാർക്കോളം വരും. പിന്നെ മലയാളം 20 മാർക്കിനുണ്ട്, ഇംഗ്ലീഷുണ്ട് 20 മാർക്കിന്, പിന്നെ നവോത്ഥാനം ഒരു 10 മാർക്കിനുണ്ട്. അങ്ങനെ ആ സിലബസ് വൈസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ല രീതിയിൽ നമുക്ക് എക്സാമിന് ജയിച്ച് മുന്നോട്ട് വരാൻ പറ്റും. ഓരോരുത്തർക്കും പറ്റും. എല്ലാവരുടെയും മോട്ടിവേഷൻ അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, സ്വപ്നം കാണുക, അതൊരു ദിവസം യാഥാർത്ഥ്യമാവും. ആദ്യമായിട്ട് എഴുതിയ PSC പരീക്ഷയിൽ തന്നെ 1ാം റാങ്ക് വാങ്ങുക എന്നൊരു വലിയ റിമാർക്കബിൾ അച്ചീവ്മെൻറ്റിൻ്റെ മുന്നിലാണ് നമ്മുടെ ഹേമ നിൽക്കുന്നത്. അപ്പോൾ ഹേമയുടെ വാക്കുന്ന് വളരെ വ്യക്തമാണ്. ഹേമയുടെ ഫാമിലി തന്നെയാണ് ഹേമയെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യം. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും, അവരുടെ ഫാമിലി തന്നെ ആയിരിക്കും. കാരണം ഇപ്പോൾ ആരുടെ കാര്യം എടുത്താലും, ഇപ്പോൾ സപ്പോസ് എൻ്റെ കാര്യമൊക്കെ തന്നെ പേഴ്സണൽ കാര്യം എടുത്താലും നമ്മളെല്ലാം ഇപ്പോൾ അനുഭവിക്കുന്ന തണലെന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയെ പണ്ട് കൊണ്ട വെയിലാണ്. അപ്പോൾ അത്തരത്തിൽ മകളെക്കുറിച്ചും അതേപോലെ മകളുടെ ഈ വലിയൊരു അച്ചീവ്മെൻറ്റിനെ കുറിച്ചും എന്താണ് അമ്മയ്ക്കും അച്ഛനും പറയാനുള്ളത്? ശരിയാണ്. സപ്പോർട്ട് എപ്പോഴും കുടുംബത്തിൽ നിന്ന് ഉണ്ടെങ്കിലേ ഒരു വിദ്യാർത്ഥിക്ക് ആ പഠിത്തം നല്ല കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇപ്പം അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇവള് പഠിക്കാൻ പോകുമ്പോൾ ഇവിടെ ഒരു പണിയും ചെയ്യിക്കില്ല, ഫുൾ ഫ്രീ ആയിട്ട് വിട്ടിട്ടാണ് പഠിപ്പ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി സമയം അവർക്ക് കൊടുക്കുക. അതാണ് എൻ്റെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പ്രത്യേകിച്ചും ഒരു നോക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ചും മാത്രമല്ല, നമുക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ മകളെ PSC വേണ്ടി പഠിക്കണമെന്ന് ആ ഒരു ട്രാക്കിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ആ ട്രാക്കിൽ എത്തിക്കുക എന്നുള്ള അവൾ ആ രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സപ്പോർട്ടും സമയവും ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഞാനത്രയും വിദ്യാഭ്യാസം ഇല്ല, എനിക്കത്രയും നമുക്കത് ഗൈഡ് ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ അവർ ആ ലൈനിൽ പോകുമ്പോൾ ആ ലൈനിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും, എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ക്രെഡിറ്റ് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് അമ്മയ്ക്കാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയാണ്. അമ്മയ്ക്ക് എന്താണ് അവളെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. അപ്പം ഒരു PSC ആയിരിക്കും എടുത്തൊരു ജോലിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ഇതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നേരത്തെ നമ്മുടെ ഫാമിലിയിൽ തന്നെ അങ്ങനെയൊക്കെ പഠിച്ച് ജോലി വാങ്ങിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു +2 തൊട്ട് തന്നെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം കുട്ടി ഇരുന്ന് പഠിക്കാനൊക്കെ ഇരുന്ന് പഠിക്കും. അങ്ങനെ ഒരു മോനാണ് ഇരുന്ന് പഠിക്കാൻ ഇച്ചിരി കുറവ്, എന്നാലും അവനും പഠിച്ചോളും, കുഴപ്പമില്ല. എന്നാലും രണ്ടുപേരും തമ്മിൽ ആ ഒരു ഇരുന്ന് പഠിക്കുന്ന ഒരു ഇതുകൊണ്ട് PSC പഠിച്ചാൽ പറ്റും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി.
അപ്പം അതനുസരിച്ചിട്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ തൊഴിൽ വാർത്തകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അതേ രീതിയിലൊക്കെ പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു അവളത് ഏറ്റെടുത്തു. അപ്പോൾ സ്വന്തമായിട്ട് അവൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മൾ അവരുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടായി വരിക എന്നുള്ളതാണ് മക്കളുടെ. അപ്പോൾ അത് ഏറ്റെടുത്തു. നല്ലൊരു പിന്നെ ഞാൻ പറയുമായിരുന്നു നമുക്കൊരു പെൺകുട്ടിയാണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാകണം. അപ്പോൾ എനിക്കാണെങ്കിലും ഇപ്പം ഞാൻ ഒരു മകളാണ്, ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു കുറേ നാൾ. അപ്പോഴും എനിക്കൊരു മകളാണ്. അപ്പോൾ എനിക്ക് ജോലി ആവശ്യമാണ്. എനിക്കത് വൈകിപ്പോയി എങ്കിൽ പോലും ആ വൈകിയ സമയത്ത് എനിക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ PSCയിൽ ഞാനും പഠിച്ച് ജോലി കിട്ടിയത് കൊണ്ട് തന്നെ എനിക്കും ആ ഒരു ട്രാക്കിൽ. അതെ അതെ അതെ. അതായത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മകളെ വളർത്തുമ്പോഴത്തേക്ക് നമ്മൾ ലാളിച്ച് വളർത്തുക, കല്യാണം കഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ട്രെൻഡിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നാലും ഇപ്പോഴും ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ സപ്പോർട്ട് ഇല്ലാത്തൊരു ഒരവസ്ഥയുണ്ട്. വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ പലപ്പോഴും. എങ്കിൽ പോലും എല്ലാം ജോലിയൊക്കെ അറിഞ്ഞിരിക്കണം. ഏത് ജോലി, അടുക്കള ജോലി ആണെങ്കിലും എല്ലാം അറിഞ്ഞിരിക്കണം. ഇല്ല എന്ന് പറയാൻ പാടില്ല. പക്ഷേ ഇതിന് മുൻതൂക്കം എന്നെ ഇപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്കിപ്പോൾ സപ്പോർട്ട് ചെയ്ത് ടൈം അതൊന്നും എനിക്ക് വിഷയമല്ല, ഞാൻ ചെയ്തോളാം. അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. മറ്റു കാര്യങ്ങളൊക്കെ ഇത് പഠിച്ച് ജോലി നേടുക, അതാണ് ലക്ഷ്യം. അത് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സന്തോഷത്തിലാണ്. ഈശ്വരൻ ഇനിയും ഞങ്ങളെ മുന്നോട്ട് ഇതേപോലെ ഉറപ്പായിട്ടും വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അമ്മേ.